വിശ്വാസികൾ സോദോം മെത്രാനെ അരമനയിൽ കയറി അടിച്ചതെന്തിന്? പാതിരിയായിരുന്നപ്പോൾ സോദോം സാബുമോൻ എന്നറിയപ്പെട്ടിരുന്ന ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ അപ്രയം മെത്രാനെ ഓർത്തഡോക്സ് സഭയിലെ 4 വിശ്വാസികൾ ചേർന്ന് ഇവന്റെ മെനകെട്ട ആശ്രമത്തിലെത്തി കൂമ്പിനടിച്ചപ്പോൾ വിശ്വാസികൾ കരുതിയത് ലവൻ പഴയ ഫ്രാഡ് പണി വീണ്ടും തുടങ്ങി എന്നാണ്. ഒരു കാലത്ത് സെമിനാരി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്നു അഭിവന്ധ്യ സോദോം ഗൊമോറ സാബുമോൻ. സാബുവിൻ്റെ അറയ്ക്കുന്ന കൂതാശകൾ കണ്ട് മനസ്സുമെടുത്ത് സെമിനാരിയിൽ നിന്നും മൂടും പൊത്തിപ്പിടിച്ച് പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞങ്ങളോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. സോദോം സാബു പേര് മാറി കുപ്പായത്തിൻ്റെ കളർ മാറ്റി മെത്രാനായെങ്കിലും ഇയാളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും അടുത്ത കാലത്ത് വരെ സംഭവിച്ചിരുന്നില്ല. പെട്രോളിലും CNGയിലും ഒരുപോലെ പായുന്ന ആളാണ് സോദോം സാബു എന്നാണ് ലഭ്യമായ വിവരം. സുമുഖരായ ചെമ്മാച്ചന്മാരെ കണ്ടാൽ ഇയാൾ പിടിച്ച് സെക്രട്ടറി ആക്കി കളയും. തൻ്റെ ഭർത്താവായ ചെമ്മാച്ചനെ ഇയാളിൽ നിന്നും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ചെമ്മാൻ്റെ ബെസ്ക്യാമ മുൻ കാതോലിക്കയ്ക്ക് പരാതി കൊടുത്തതിൻ്റെ പകർപ്പ് നേരത്തെ ITV ന്യൂസ് വാർത്തയായി നൽകിയിരുന്നു. കാശ് മേടിച്ച് ഗുർഗാൻ എന്ന വഴിയെ കൂടെ പോയ ഒരാളെ പിടിച്ച് മെത്രാനാക്കി വാഴിച്ചതിൽ ആ പങ്കു കച്ചവടക്കാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. അതുപോലെ അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കാതോലിക്ക പിരിവ് കിട്ടിയ 25 ലക്ഷം രൂപ അടിച്ചുമാറ്റി നാണം കെട്ട മുതലാണ് ഇദ്ദേഹം. അതുപോലെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനായി ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം നടത്തുന്ന തീവട്ടി അയാൾ വീട്ടിലൊരുക്കിയ സ്ത്രീയെ പ്രാപിക്കുവാനായി പോയി നാറിയ സംഭവത്തിൽ അന്ന് ചോദിക്കുവാൻ ചെന്ന സാമുവൽ എന്ന വ്യക്തിയുടെ കാലിൽ പിടിച്ച് കരയുന്ന 1 മണിക്കൂർ 17 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കരച്ചിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും കൈവശം ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് മെത്രാൻ ഒരു കത്ത് എന്നൊരു ചാപ്റ്റർ അദ്ദേഹം എഴുതിയ ബുക്കിൽ പരാമർശിച്ചിട്ടുമുണ്ട്. ഈ മുതലിനാണ് ഇന്ന് സഭയുടെ പ്രൊഫഷണൽ കോളേജുകളുടെ ചുമതല നൽകിയിരിക്കുന്നത്. അനധികൃത നിയമനം വഴി ഇദ്ദേഹം കോടികളാണ് തട്ടിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. ഇപ്പോൾ മെത്രാനെ അരമനയിൽ കയറി തല്ലിയ സംഭവത്തിനാദരമായ സംഭവം വിവരിക്കാം. സഭയുടെ കോളേജുകളിലേക്കുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ നിയമനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. ഈ നിയമനത്തിൽ സഭയ്ക്ക് വേണ്ടി പള്ളി പിടിക്കുവാൻ പോയി സ്വന്തം പേരിൽ 6ലധികം ക്രിമിനൽ കേസുകളുണ്ടായ അംസു യോഹന്നാൻ എന്ന യുവാവിന് ജോലി നൽകാമെന്ന് സഭാ നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു. പേരിൽ കേസുകൾ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് സർക്കാർ പൊതുമേഖലാ വിദേശ ജോലികളൊന്നും ലഭിക്കുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് കോട്ടയം ബെസിലിയോസ് കോളേജിൽ ഒരു താൽക്കാലിക നിയമനം നൽകിയിരുന്നു. 2 ആഴ്ച മുമ്പ് നടത്തിയ കോളേജ് നിയമനങ്ങളിൽ നിന്ന് ഈ അൻസു യോഹനാനെ ഒഴിവാക്കി. പുതുതായി 12 പേരെ നിയമിച്ചതിൽ അൻസുവിനെ ഒഴിവാക്കി കോളേജുകളുടെ മാനേജരായ അപ്രയം മെത്രാന്റെ ബന്ധുവും യാക്കോബായ സഭാംഗവുമായ പെൺകുട്ടിക്ക് റാങ്ക് ലിസ്റ്റിൽ 2ാം സ്ഥാനം നൽകി നിയമനം നൽകി. കൂടാതെ കൂടുതൽ കാശ് കൊടുത്ത കത്തോലിക്ക സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ബെസിലിയോസ് കോളേജിൽ തന്നെയുള്ള മറ്റൊരു താൽക്കാലിക ജീവനക്കാരനും നിയമനം നൽകിയപ്പോൾ സഭയ്ക്ക് വേണ്ടി പള്ളിപ്പിടുത്തത്തിന് പോയി പോലീസിന്റെ അടിയും ചവിട്ടും കൊണ്ട് 6 കേസുകളിൽ പ്രതിയായ തന്നെ ഒഴിവാക്കിയതിൽ വിഷമം അറിയിക്കുവാൻ പോയതാണത്രേ അംസുവും സുഹൃത്തുക്കളും. കാര്യങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുവാനായി സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ കോളേജ് മാനേജർ അപ്രയം മെത്രാനെ കണ്ട് ഈ വിഷയം നേരിട്ട് സംസാരിക്കുവാൻ മെത്രാൻ താമസിക്കുന്ന സെയിന്റ് ജോർജ് ഇടത്താവളത്തിലെത്തി. അവർ മെത്രാനായി സംസാരിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ മെത്രാന്റെ ഡ്രൈവർ ഇവർക്ക് നേരെ ആക്രോശവുമായി എത്തി. തുടർന്ന് വാക്കുതർക്കവും അടിപിടിയും ഉണ്ടായി. ഷോ കാണിച്ച മെത്രാന്റെ ഗുണ്ടയും ഡ്രൈവറുമായ ബിനോജിനെ വന്നവർ കണക്കിന് കൈകാര്യം ചെയ്യുകയും ചെടിച്ചട്ടി എടുത്ത് മുതുകിനിടിക്കുകയും ചെയ്തു. ഇത് കണ്ട് കാറിക്കൊണ്ട് പുറകോട്ടോടിയ മെത്രാനെ എറിഞ്ഞു വീഴ്ത്തിയെങ്കിലും മെത്രാനാണല്ലോ എന്നോർത്ത് തല്ലിയില്ല എന്നാണ് വിവരം. ഇതിനെ തുടർന്നാണ് ഡ്രൈവർ തന്നെ മർദ്ദിച്ചെന്നും മെത്രാനെതിരെ വധഭീഷണി മുഴക്കിയെന്നും കാണിച്ച് പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയെ തുടർന്ന് ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലുള്ള കുന്നംകുളം പഴഞ്ഞിയിലുള്ള MD കോളേജിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന ഗീവീസ് മാർക്കോസ്, അദ്ദേഹത്തെ കൂടാതെ അജു മാത്യു, പ്രകാശ് വർഗീസ്, ലിജോ പാത്തിക്കൽ എന്നിവരെ പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തു. IPC 294B, 427, 447, 506, 34 തുടങ്ങിയ സ്റ്റേഷൻ ബെയിൽ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ 9:55 കേസിനാസ്പദമായ സംഭവം. എന്നാൽ തങ്ങൾ മെത്രാനെ എറിഞ്ഞു വീഴ്ത്തിയില്ലെന്നും മെത്രാന്റെ ഗുണ്ടയെ അടിച്ചില്ലെന്നും കുറ്റാരോപിതർ പറയുകയുണ്ടായി. കേസിൽ 3ാം പ്രതി സ്ഥാനത്തുള്ള പ്രകാശ് വർഗീസ് പറയുന്നത് കേൾക്കുക. ഞാൻ ഇതിനകത്ത് 3ാം പ്രതിയായിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു പ്രകാശ്. ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത് പലർക്കും സംശയം തോന്നാം. കാരണം എന്തെങ്കിലും ഇല്ലാതെ പുകയുണ്ടാകുമോ എന്ന് ആൾക്കാരുടെ സംശയത്തിന് ഞങ്ങൾ അവിടെ ചെന്നത് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. അതായത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നതിനകത്ത് ക്രമരഹിതമായി എന്തൊക്കെ നടക്കുന്നു.
നമുക്ക് നമ്മുടെ സഭാംഗങ്ങൾക്ക് ഒന്നാമതേ നമുക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരം വളരെ കുറവാണ്. അതുകൊണ്ടാണ് സർക്കാർ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നികുതിദായകരുടെ പൈസ എടുത്താണ് ഈ ശമ്പളം കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഗവൺമെൻറ് വലിയ റിസ്ക് എടുക്കുന്നത് ആ സ്വസമുദായത്തിലെ അംഗങ്ങൾക്ക് പരമാവധി ആനുകൂല്യം കിട്ടാനാണ്. അല്ലെങ്കിൽ ഇത് PSCക്ക് വിട്ടാൽ മെറിറ്റിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടും. അപ്പം മെറിറ്റ് മാത്രമാണ് ഇതിൻ്റെ മാനദണ്ഡമെങ്കിൽ ഇത് PSCക്ക് വിടുക. PSCക്ക് വിട്ടാൽ എല്ലാവർക്കും ഏറ്റവും സമർത്ഥർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഈ മെറിറ്റ് മാത്രമാണ് നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം മെറിറ്റ് ആണെങ്കിൽ ഇത് സർക്കാർ PSCക്ക് വിട്ടാൽ മതി. കാരണം ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്, നികുതിദായകരുടെ പൈസയാണ്, അത് അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു കൺസേൺ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ആത്മീയ പിതാവിനോട് ഒരു പരാതി പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ന് പിതാവിനോട് അത് തെറ്റാണെങ്കിൽ, നമ്മുടെ ആശയം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ വളരെ റെസ്പെക്റ്റോടെ 101% ബഹുമാനത്തോട് കൈമുത്തിയാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ ഞങ്ങൾ മുറ്റത്താണ് നിന്നത്. തിരുമേനി വരാന്തയിൽ നിന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഒരു പ്രശ്നമില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞു ഇത് ഇവിടെയല്ലേ പറയേണ്ടത്. ഓക്കെ ശരി, എല്ലാം നമ്മൾ സമ്മതിച്ചു. നമുക്ക് കാണാൻ ഒരു അവസരം. ഇത് മലങ്കര സഭയുടെ ഒരു സ്ഥാപനമാണ്. തിരുമേനി എവിടെ താമസിച്ചാലും അദ്ദേഹം മലങ്കര സഭയുടെ സ്വത്താണ്, അല്ലെങ്കിൽ മലങ്കര സഭയുടെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതിനകത്ത് വേറെ പ്രോട്ടോക്കോളോ ഒന്നും ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ അതിൻ്റെ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത്രമേല അങ്ങനെ കാണേണ്ടതാണോ അവിടെ അവസരം അതാണോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചില്ല. കാരണം നമ്മുടെ ഒരു പിതാവിനെ കാണുന്ന ബഹുമാനത്തെ ഞങ്ങൾ പോയി കണ്ടു സംസാരിച്ചു. ഇറങ്ങി തിരുമേനി ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു എന്തായാലും വന്നാൽ ഈ ആശ്രമത്തിൽ നിന്ന് കണ്ടിട്ട് പോകും, ചാപ്പലിൽ കയറി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ തിരുമേനിയെ നിഷേധിക്കട്ടെ. ഞങ്ങൾ അതനുസരിച്ചാണ് ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്ന വഴിക്കാണ് ഈ ഡ്രൈവറോ സഹായിയോ ഞങ്ങളുടെ അടുത്ത് നീയൊക്കെ ഇവിടെ വന്ന് സംസാരിക്കാൻ ആരാണെന്ന് ചോദിച്ചു വന്നത്. മലങ്കര സഭയുടെ ഒരു സ്ഥാപനത്തിൽ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ നമ്മളോട് ആക്രോശിച്ച് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വന്നാൽ അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ വടക്കുന്ന് സഭയ്ക്ക് വേണ്ടി അധികം കഷ്ടപ്പെട്ടവരാണ് കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇതിലും വലിയ ഭീഷണിയും ഇതൊക്കെ കണ്ടവരാണ്, ഞങ്ങളെ ഒന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഞങ്ങൾ സാവധാനം വണ്ടിയെ കയറി പോരുകയും ചെയ്തു. മനസ്സിലായി. അപ്പം ഇങ്ങനെ സംഭവം നടന്നിരിക്കുക, ഒരു പ്രശ്നവും ഞങ്ങൾ ആർക്കും ഇവിടെ ഉണ്ടാകാതിരിക്കുക. നമ്മൾ രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി അവർ നമ്മളെ പൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സഭ, നമ്മൾ നേർച്ചയിടുകയും നമ്മൾ സംഭാവന കൊടുക്കുകയും ചെയ്ത് നടത്തുന്ന ഒരു സഭ, അല്ലെങ്കിൽ ജനങ്ങളുടേതാണ് ഈ സഭ. അല്ലെങ്കിൽ ദൈവം പരമാധ്യക്ഷനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇതാണെങ്കിലും പക്ഷേ നമ്മൾ ജനങ്ങളെല്ലാം കൂടിയാണ് ഈ സഭ നടത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സഭയിൽ അതിൻ്റെ ഒരു ബിഷപ്പ് അല്ലെ പിതാവ് അതിൻ്റെ ആത്മീയ മക്കളോട് ഒരു രാഷ്ട്രീയക്കാരൻ പെരുമാറുന്നതിലും മോശമായിട്ടല്ലേ പെരുമാറിയിരിക്കുന്നത്. അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുക എത്ര മ്ലേച്ഛവും തെറ്റായ കാര്യമാണ്. നമ്മൾ പറഞ്ഞ കാര്യം തിരുമേനിക്ക് ഇഷ്ടമില്ലെങ്കിൽ തിരുമേനിയോട് നിങ്ങൾ നിങ്ങളുടെ ചിന്ത തെറ്റാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ന്യായങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച് സമാധാനപരമായിട്ട് പോകുന്ന കാര്യമാണ്. ഇതുപോലെ സഭയുടെ മെത്രാന്മാരുടെ ഡ്രൈവർമാരെ നോക്കിയാൽ പലരും നാട്ടിൽ അറിയപ്പെടുന്ന ഗുണ്ടകളും മാമന്മാരുമാണ്. മെത്രാന്മാർക്ക് പെണ്ണുകുട്ടിക്കൊടുത്ത് കോടീശ്വരന്മാരായ നിരവധി ഡ്രൈവർമാരുണ്ട് സഭയിൽ. അതുകൊണ്ട് ആരും ഈ അഭിവന്ദ്യ ഡ്രൈവർമാരെ കുറച്ച് കാണരുത്. കുറഞ്ഞത് ഒരു സഹമെത്രാനായി കാണണം. ഒരു ഡ്രൈവർ അടഞ്ഞാൽ പിന്നെ ഈ സഭ കാണില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.